മണിയൻ സി എനിക്ക് ആദ്യമുള്ള ജിതിൻലാലിൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പ് അത് പൊളി. ലൈക്ക് ഒരു ഫസ്റ്റ് ഡയറക്ടറിൻ്റെ ഇത്ര എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ടോബിനോ. 3 ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷേ അത് മണിയെന്ന് പറഞ്ഞ ക്യാരക്ടറിന് ടോബിനോ ഇട്ട എഫേർട്ട് പൊളിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു ടോബിനോ ഫാൻസ് അല്ലെങ്കിൽ ഒരു പ്രേക്ഷക രീതിയിൽ വെരി ഹാപ്പി. ആൻഡ് മൂവി ആസ് ഓൾ ഇതുമാണ് ഒരു മുത്തശ്ശി കഥ പോലെ നമുക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. മേക്കിംഗ് വൈസ് ആയാലും VFX കൊള്ളായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആണ്. സ്ക്രീൻ പ്ലേ ഫ്രെയിംസൊക്കെ നല്ല രസമുണ്ട്. 3D കാണാൻ പറ്റിയില്ല, ആ ഒരു വിഷമമുണ്ട്. 2D അല്ല 3D കാണാൻ പറ്റിയില്ല, കണ്ടന്റ് ഇഷ്യൂ എന്താണെന്ന് തോന്നുന്നു. സോ വൈകിട്ട് അല്ലെങ്കിൽ നാളെ ഒന്നുകൂടി പോയി 3D കാണണം. എനിക്ക് തോന്നുന്നു 3D കാണാൻ കുറച്ചും കൂടി, കാരണം അതിനകത്തുള്ള ഇൻപുട്സ് 3Dക്കുള്ള ഇൻപുട്സ് ഉണ്ട് അതിനകത്ത്. സോ പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിനകത്ത് പറയാനുണ്ട്. ബട്ട് എടുത്ത് പറയേണ്ട ടോബിനോട് എഫേർട്ട് മാനേജില്ല എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെതാണ്. ഹാറ്റ്സ് ഓഫ്. ഈ ഓണം ആം തൂക്കട്ടെ. ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ പോയി കാണാൻ മസ്റ്റ് വാച്ച് ആണ്. നേരത്തല്ലേ? അതെ, 3 വയസ്സാണ് ടോവിനോ ചെയ്തിട്ടുള്ളത്. 3 അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറൈസേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്നു, കാരണം കഥയുണ്ട്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇമോഷൻസ് ഉണ്ട്, അത് ഇമോഷൻ നന്നായി കൺവേ ആവുന്നുണ്ട്. അതിന് ക്ലൈമാക്സ് നല്ല ആക്ഷൻസ് ഉണ്ട്. മൊത്തത്തിൽ ഒരു ഫുൾ പാക്കേജാണ്. ജിൻലാലുക്കേജാണ്. ഡോണ്ട് വിസിറ്റ് ഇൻ തിയേറ്റേഴ്സ്. എന്തായാലും പൊളിക്കും. ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും? ഇല്ല, സെക്കൻഡ് പാർട്ടില്ല. ആജയൻ 2ാം മോഷണത്തിലൂടെ തന്നെ വലിയൊരു കഥയാണ്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ്റെ വോയിസ് ഓവറോടുകൂടി ആ പടം സ്റ്റാർട്ട് ചെയ്യണം. അത് കിട്ടുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ. സോ അടിപൊളിയാണ്. ഡു വാച്ച് ഓൺ തിയേറ്റേഴ്സ്. നല്ല തിയേറ്റർ നോക്കി ചൂസ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതിൽ ആവണിക്കും നല്ലൊരു ഭാഗം കൈവന്നതിൽ ഒരുപാട് സന്തോഷം. ജിത്തിനും ടോബിക്കും എല്ലാ ടീമിനോടും ആവണിയെ കാസ്റ്റ് ചെയ്തതിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പടം അവർ വിജയിച്ചതിനേക്കാളും അപ്പുറം അർഹിക്കുന്നുണ്ട് ഒരു വിജയം. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അവരുടെ സാന്നിധ്യം കൊണ്ടും ആശംസകൾ കൊണ്ടും ഈ പടം ഏറ്റവും വലിയ നിറവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും വലിയൊരു പടത്തിൻ്റെ പാട്ടാകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുമാത്രമല്ല, എനിക്കിൻ്റെ 3D കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. 2D കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 3D എങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് 3D കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ താങ്ക് യു ജിതിൻ അങ്കിൾ. എനിക്ക് ആക്ച്വലി 3 ദിവസമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിന് നല്ല നല്ല സീക്വൻസിൽ ഇടയിൽ എന്നെ കൊണ്ടുപോയി നല്ല രസമായിട്ട് ആ സിനിമ ചെയ്തതിന് നല്ല സന്തോഷമുണ്ട്. സിനിമയിൽ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ടോവിനോ ചേട്ടൻ ഓരോ സീൻസ് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ പിറകിലേക്ക് തിരിഞ്ഞ് നോക്കും, എനിക്ക് പേടിയായിട്ട്. അങ്ങനെയൊക്കെ. മുത്തശ്ശി പറയാനുള്ള കഥകളുണ്ടോ? ഇങ്ങനത്തെ കഥകളൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല, പക്ഷെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സിനിമ കാണാനുള്ളവരോട് മോളൊന്ന് പോയി പറഞ്ഞ സിനിമ എല്ലാവരും സിനിമ കാണണം. സൂപ്പർ ഫിലിമാണ്. 3D തന്നെ കാണണം കേട്ടോ.